ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ വാട്സപ്പിൻ്റെ ഉപകാരപ്രദവും എന്നാൽ ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളുമായാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, വാട്സപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിപ്പോൾ വാട്സപ്പ് ഒരു ഓപ്ഷൻ തരുന്നതാണ് പ്രൈവസി സെറ്റിങ്സ്. അതായത് നമ്മുടെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റിങ്സ് എന്ന് വരും. അവിടെ അക്കൗണ്ടിൽ പ്രൈവസി സെക്യൂരിറ്റി ചേഞ്ച് നമ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ ഏറ്റവും മുകളിൽ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പ്രൈവസിയിൽ നമ്മുടെ വാട്സപ്പിൽ എന്തെങ്കിലും പ്രൈവസി ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രൈവസിയിൽ സെറ്റിങ്സ് ഉള്ളത്. ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസുകളുള്ളത് ലാസ്റ്റ് സീൻ, പ്രൊഫൈൽ ഫോട്ടോ, അതായത് നമ്മുടെ ഫോട്ടോ ആരെങ്കിലും എല്ലാവരും കാണണോ, അതോ കോണ്ടാക്ട്സിലുള്ളവർ കണ്ടാൽ മതിയോ, അല്ലെങ്കിൽ ആരും കാണണ്ട എങ്കിൽ അങ്ങനെ അത് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ റീഡ് റെസിപ്റ്റ്സ്, ഇഫ് യു ടേൺഡ് ഓഫ് യു വോണ്ട് സെൻഡ് ഓർ റിസീവ് റീഡ് റെസിപ്റ്റ്. നമ്മൾ വായിച്ചു എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാണ്ടിരിക്കുന്ന ഇത് ഓഫ് ചെയ്തിടുവോ ഓൺ ചെയ്തിടുവോ എന്ന് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ താഴെ ഒരു ഓപ്ഷൻ ഉള്ളതാണ് ഫിംഗർ പ്രിൻറ്റ് ലോക്ക്. ഈ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് ഇപ്പോൾ വരുന്ന സ്മാർട്ട് ഫോണിലൊക്കെ ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്. അതിലുള്ള ഒരു ഓപ്ഷനാണ് ഫിംഗർ പ്രിൻറ്റ് ലോക്ക്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാട്സപ്പ് പ്രൊട്ടക്റ്റ് ചെയ്തിടാൻ പറ്റും. മറ്റുള്ളവർ അത് മിസ്യൂസ് ചെയ്യുന്നത് തടയാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് നമുക്ക് ലോക്ക് ചെയ്തിടാൻ പറ്റും. ചില ഫോണിൽ അത് നമുക്ക് പാറ്റേൺ രീതിയിലോ പിൻ വെച്ചിട്ടോ ലോക്ക് ചെയ്യാൻ പറ്റും. കൂടുതലും ടച്ച് ഓപ്ഷനുള്ള ഫോണിൽ, ഫിംഗർ ടച്ച് ഓപ്ഷനുള്ള ഫോണിൽ നമുക്ക് ഈ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് ഉണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻ്റ് എന്നുള്ളത് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും. അപ്പോൾ നമ്മളത് ടച്ച് ചെയ്യുക. ഇതിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി, ആഫ്റ്റർ 1 മിനിറ്റ്, ആഫ്റ്റർ 30 മിനിറ്റ്. അതിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ലോക്ക് ആവും. അല്ലെങ്കിൽ ആഫ്റ്റർ 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റിന് ശേഷം, 30 മിനിറ്റ് ആണെങ്കിൽ 30 മിനിറ്റിന് ശേഷം. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഫിംഗർ പ്രിൻ്റ് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് കാണാം. അപ്പോൾ നമുക്ക് ഇനി വാട്സപ്പ് ഒന്നുകൂടി എടുത്ത് നോക്കാം. ഫോൺ അൺലോക്ക് ചെയ്തതിന് ശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ വാട്സപ്പ് ലോക്ക്ഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഫിംഗർ ഇതിൽ ടച്ച് ചെയ്യാണ്ട് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ആക്കാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ഈ വാട്സപ്പ് മുഖാന്തരമുള്ള മിസ്യൂസ് മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് നടക്കുന്ന സമയത്ത് വാട്സപ്പ് കുട്ടികൾ എടുത്തു നോക്കാതിരിക്കാൻ പേരൻസിന് ഇതുപോലെ വാട്സപ്പ് ലോക്ക് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വാട്സപ്പിൽ ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഫിംഗർ വെച്ച് ഇത് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ പ്രയോജനകരമായ മറ്റൊരു ഓപ്ഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നമുക്ക് ഈ കോർണർ പോർഷനിലുള്ള 3 ഡോട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂ ഗ്രൂപ്പ്, ന്യൂ ബ്രോഡ്കാസ്റ്റ്, വാട്സപ്പ് വെബ്, സ്റ്റാർഡ് മെസ്സേജ്, സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻസുകൾ കാണാൻ പറ്റും. അതിൽ സ്റ്റാർഡ് മെസ്സേജ് എന്താണെന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. വളരെ പ്രയോജനകരമായ ഒരു ഓപ്ഷനാണ് ഈ സ്റ്റാർഡ് മെസ്സേജ്. പലർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. നമ്മളുടെ ഫോണിൽ വാട്സപ്പിൽ ഒത്തിരി ഗ്രൂപ്പുകളുണ്ടാവും. നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൂപ്പ്, നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥലത്തെ ഗ്രൂപ്പ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളുടെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഗ്രൂപ്പ്, അങ്ങനെ പള്ളികളുടെ ഗ്രൂപ്പ്, അങ്ങനെ ഒത്തിരി ഗ്രൂപ്പുകളുണ്ടാവും. ഈ ഗ്രൂപ്പിലൊക്കെ ഒത്തിരി മെമ്പേഴ്സ് ഉണ്ടതിനാൽ തന്നെ കുറേ അധികം മെസ്സേജുകൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സർക്കുലറോ ഒരു മെസ്സേജോ വന്നാൽ ജസ്റ്റ് നമുക്ക് വായിച്ചതിന് ശേഷം പിന്നീട് അതൊന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ പിന്നെയും ആ ഗ്രൂപ്പിൽ പോയി അത് സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കണം, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതിന് പെട്ടെന്ന് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് സ്റ്റാർഡ് മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ. അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ
ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും മെസ്സേജ് ഞാൻ ജസ്റ്റ് നോക്കാം. ഇതാ PM കിസാൻ അപേക്ഷിക്കാൻ അനാവശ്യ ധൃതി വേണ്ട എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ്. അപ്പോൾ ഈ മെസ്സേജ് നമുക്കിപ്പോൾ വായിക്കാൻ സമയമില്ല, നമുക്കിത് പിന്നീട് വായിക്കാമെന്നുണ്ടെങ്കിൽ നമ്മളിത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 1 എന്നുള്ളത് വരും. അത് എത്ര എണ്ണം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇത് റിപ്ലൈ കൊടുക്കാനും ഇത് ഫോർവേഡ് ചെയ്യാനുള്ള ഓരോ ഐക്കൺ ആരോ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുള്ള ആരോസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നടുക്ക് ഒരു സ്റ്റാർ കാണാൻ സാധിക്കും. തൊട്ടപ്പുറം ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ സ്റ്റാറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ തിരിച്ചു പോകുന്നു. വീണ്ടും വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അത് സ്റ്റാർ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ഞാൻ ആദ്യം ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ സ്റ്റാറിൻ്റെ അവിടെ ഒരു ബാർ ചെയ്തിരിക്കുന്നത്. അത് എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ നമുക്കത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് അൺസ്റ്റാർ ചെയ്തേക്കുന്നത്, അതായത് ഓൾറെഡി നമ്മളത് സ്റ്റാർ ചെയ്തിരുന്നു, അതിനാലാണ് അതങ്ങനെ വന്നത്. ഞാനിപ്പോൾ അത് വീണ്ടും കാണിച്ചു തരാം. ഒന്നുകൂടെ സ്റ്റാർ ഞെക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നീട് വാട്സപ്പ് എപ്പോഴെങ്കിലും ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ മെസ്സേജ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർഡ് മെസ്സേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നേരം സ്റ്റാർ ചെയ്ത എല്ലാം നമുക്ക് ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണോ, ഏത് ഗ്രൂപ്പിൽ നിന്നാണോ ആ ഗ്രൂപ്പിലേക്ക് ഡയറക്റ്റ് ലിങ്ക് പോവും. അത് ആ ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ പ്രയോജനകരമായ ഒരു ഓപ്ഷനാണ് ഈ സ്റ്റാർഡ് എന്നുള്ളത്. നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് വാട്സപ്പ് വെബ് എന്നുള്ള ഫീച്ചർ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ശരിക്കും മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ വാട്സപ്പ് വെബ് എന്നുള്ള ഓപ്ഷൻ. അതെന്താണെന്നുള്ളത് പറയാം. നമ്മുടെ ഫോൺ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉപയോഗിച്ചിട്ട് വാട്സപ്പ് വെബ് ത്രൂ നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ലോഗ് ഓഫ് ചെയ്തില്ലെങ്കിൽ പിന്നീട് നമ്മുടെ വാട്സപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ആ ലോഗിൻ ചെയ്ത സിസ്റ്റത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതിനാൽ തന്നെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ഫീച്ചറാണ് വാട്സപ്പ് വെബ് എന്നുള്ളത്. അത് നമുക്ക് ആരെങ്കിലും നമ്മളങ്ങനെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. വാട്സപ്പ് വെബ് ഓപ്പൺ ചെയ്യുന്നതിനായി ആദ്യം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ ഏറ്റവും മുകളിൽ നമുക്ക് ന്യൂ ഗ്രൂപ്പ്, ന്യൂ ബ്രോഡ്കാസ്റ്റ്, വാട്സപ്പ് വെബ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ വാട്സപ്പ് വെബിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ ചോദിക്കും. ഇതിപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു ഫോണിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മറ്റൊരു ഫോണിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു web.whatsapp.com എന്നുള്ളത്. അപ്പോൾ ആ QR കോഡ് സ്കാൻ ചെയ്ത് ആ ഫോണിൽ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തേക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് വെബ്സൈറ്റ് ആയ web.whatsapp.com എന്ന് നമ്മൾ അടിച്ചതിന് ശേഷം ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത് സിസ്റ്റത്തിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ വാട്സപ്പ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലുള്ള എന്ത് കാര്യവും നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലോ നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ വാട്സപ്പിലുള്ള ഇമേജസോ എന്തെങ്കിലും ഫയൽസോ ഉണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൽ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വാട്സപ്പ് വെബ് മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓൾറെഡി വാട്സപ്പ് മറ്റൊരു ഫോണിൽ ഞാൻ web.whatsapp.com എന്ന സൈറ്റ് വഴി ഞാൻ ആക്സസ് ചെയ്തിട്ടുണ്ട്. ഞാനത് ലോഗ് ഓഫ് ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ നമുക്ക് ഞാൻ ഈ വാട്സപ്പിൽ ഉപയോഗിക്കുന്നതെല്ലാം അതിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഞാൻ വേറൊരു സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് വീണ്ടും നമ്മളിവിടെ വാട്സപ്പ് വെബ് എടുക്കുക.
അപ്പോൾ ലോഗ്ഡ് ഇൻ ഡിവൈസ് എന്നുള്ളത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ലോഗ് ഔട്ട് ഫ്രം ഓൾ ഡിവൈസസ് എന്ന് ഉള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് ലോഗ് ഓഫ് ചെയ്യാൻ പറ്റും. ഇത് ആരെങ്കിലും മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിവിടെ ലോഗ് ഔട്ട് ഫ്രം ഓൾ ഡിവൈസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് അവർക്കത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രമേ പിന്നീട് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ലോഗ് ഔട്ട് ഫ്രം ഓൾ ഡിവൈസ് കൊടുക്കുകയാണ്. ഇവിടെ ലോഗ് ഔട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് സിസ്റ്റത്തിലാണോ ആക്സസ് ചെയ്തിരിക്കുന്നത് ആ സിസ്റ്റത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുടെ വിശേഷങ്ങളുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ടിൽ ദെൻ, ബൈ.